അപ്പോൾ എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ അടുത്തൊരു ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൈക്കാടയ്യ വരെ പഠിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മലബാറിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? മലബാറിലെ ശ്രീനാരായണ ഗുരു ആരാണ്? അദ്ദേഹം ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതായത് 1932 കമ്മ്യൂണൽ അവാർഡിന് അദ്ദേഹം മരണം വരെ നിരാഹാരം കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ മിത്രം എന്നും ഒക്കെ അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. കർഷകരുടെ സുഹൃത്ത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആചാരമാണ് ഇളനീരാട്ടം. അതായത് കൊട്ടിയൂർ ക്ഷേത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്ഷേത്രങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹരിസാർ അതിനകത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തെ പറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇളനീരാട്ടം എന്നൊരു ചടങ്ങുണ്ട്. അതായത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിലെ ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്ന, അതായത് ഒരുപാട് ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഇളനീര് കൊണ്ടിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ദുരാചാരമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു നവോത്ഥാന നായകനാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കണ്ണൂരെ പാട്യത്ത് ജനിച്ച, വയലേരി വീട്ടിൽ ജനിച്ച ആരെ പറ്റിയാണ്? വാഗ്ഭടാനന്ദൻ അല്ലേ, വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നൊക്കെ അറിയപ്പെടുന്ന വാഗ്ഭടാനന്ദനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫാക്ട് ബൈ ഫാക്ട് ആയിരിക്കും നോക്കി പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സമയത്തിൻ്റെ അല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത്രയും ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം കൂടെ. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് രസകരമായിട്ട് ഓരോ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് നമുക്ക് പോകായിരുന്നു. ശരി, അത് നമുക്ക് ഓരോരുത്തരിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ വാഗ്ഭടാനന്ദൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് എന്ത്? കുഞ്ഞിക്കണ്ണൻ കേട്ടോ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ബാല്യകാല നാമം എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണൻ എന്നതാണ്. ബാലഗുരു എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മലബാറിലെ ശ്രീനാരായണ ഗുരു, നമ്മൾ ക്ലാസ് തുടങ്ങിയത് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ വാഗ്ഭടാനന്ദനാണ്. അതുപോലെ തന്നെ കാവ്യ ഉപേക്ഷിച്ച് ഖദർ ജീവിതം വേഷമാക്കിയ നവോത്ഥാന നായകനാണ് ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കേട്ടോ. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. പ്രീതിഭോജനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. പ്രീതിഭോജനം, മിശ്രഭോജനം. അതുപോലെ മിശ്രഭോജനം ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഊട്ടിയിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 1906 കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചതും ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ തന്നെയാണ് കേട്ടോ. 1906 കോഴിക്കോട്ട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ തന്നെയാണ്. പിന്നെ മലബാറിലെ കുട്ടിച്ചാത്തൻ തറകൾ പൊളിച്ചു നീക്കാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ. മലബാറിലെ കുട്ടിച്ചാത്തൻ തറകൾ പൊളിച്ചു നീക്കാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അതുപോലെ എന്താ? ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. ഇന്ന് കാണുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് സ്ഥാപനം എന്നൊക്കെ പറയപ്പെടുന്നതാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പൂർവ്വരൂപമായിട്ട് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിച്ചത് ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ സർക്കാരിൻ്റെ കോൺട്രാക്റ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ പറയുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പം അതിൻ്റെ പൂർവ്വരൂപമാണ് ഈ പറയുന്ന ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. അപ്പം ഇത് സ്ഥാപിച്ചത് ഈ പറയുന്ന വാഗ്ഭടാനന്ദനാണ്. പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ഊരാളുങ്കൽ ഐക്യനാണയ സംഘം സ്ഥാപിച്ചു. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം, ഊരാളുങ്കൽ കൂട്ടി വന്നാൽ അതെല്ലാം വാഗ്ഭടാനന്ദനാണ് കേട്ടോ. അങ്ങനെ ഓർത്താൽ മതി. ഇനി നമുക്ക് വാഗ്ഭടാനന്ദൻ്റെ കുറച്ച് കൃതികൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാസികകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ 1914 അദ്ദേഹം ആരംഭിച്ച മാസികയാണ് എന്ത്? ശിവയോഗി വിലാസം കേട്ടോ. ശിവയോഗി വിലാസം എന്നത് അദ്ദേഹം വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികയാണ്. 1914 അത് ആരംഭിച്ചത്. അതുപോലെ തന്നെ 1929 അദ്ദേഹം ആരംഭിച്ച മാസികയാണ് എന്ത്? ആത്മവിദ്യാകാഹളം. ആത്മവിദ്യാകാഹളം എന്നത് അദ്ദേഹം 1929 ആരംഭിച്ച മാസികയാണ്. അതുപോലെ തന്നെ തത്വമസി എന്നൊരു രചനയുണ്ട്. അത് സുകുമാർ അഴീക്കോടിൻ്റെ രചനയാണ് കേട്ടോ. തത്വമസി സുകുമാർ അഴീക്കോടിൻ്റെ രചനയാണ്. അത് ആരെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ആരെ പറ്റിയാണ്? വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ട് സുകുമാർ അഴീക്കോട് എഴുതിയ രചനയാണ് ഈ പറയുന്ന തത്വമസി എന്ന രചന. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് നോക്കുമ്പോൾ 1939 വാഗ്ഭടാനന്ദൻ ആരംഭിച്ചൊരു മാസികയുണ്ട്. അപ്പോൾ ആ മാസികയുടെ പേരാണ് എന്ത്? യജമാനൻ കേട്ടോ. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പേരാണ് വേലക്കാരൻ എന്ന പേര്. അപ്പോൾ വേലക്കാരൻ എന്നൊരു മാസികയുണ്ട്, അത് ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പനാണ് വേലക്കാരൻ എന്നൊരു മാസിക ആരംഭിച്ചത്. യജമാനൻ ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ്. വേലക്കാരൻ സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അപ്പം ആ ഒരു പേരുകൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചോളുക. പിന്നെ അടുത്ത് നമുക്ക് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കാര്യത്തിലോട്ട് പോകാം.
അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് എന്ത്? ആലത്തൂർ സ്വാമികൾ, അതുപോലെ പുരുഷസിംഹം, നിരീശ്വരവാദികളുടെ ഗുരു, അതുപോലെ തന്നെ എന്താ ഗോവിന്ദൻകുട്ടി, അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് ഈ പറഞ്ഞ ഗോവിന്ദൻകുട്ടി എന്നത്. അതുപോലെ തന്നെ സിദ്ധമുനി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് വെച്ചാൽ കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വരുന്നത്. അപ്പോൾ ഈ പേരുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ ഇപ്പം ആ പേരുകൾ എടുത്ത് ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്കൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ആ പേര് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിയാനായിട്ട് നിങ്ങളൊന്ന് വായിച്ച് വിട്ടാൽ മതി. അല്ലാതെ നിങ്ങളിത് ബൈഹാർട്ട് ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എതിർത്താണ് എന്ത്? വിഗ്രഹാരാധന, അതുപോലെ എന്താ ജാതി സമ്പ്രദായങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? എതിർക്കുണ്ടായി കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതിലൊന്നാണ് എന്ത്? വിഗ്രഹാരാധന അദ്ദേഹം എതിർത്തിരുന്നു. അതുപോലെ എന്താ ജാതി സമ്പ്രദായങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു കേട്ടോ. വിഗ്രഹാരാധനയും ജാതി സമ്പ്രദായങ്ങളെയൊക്കെ അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിനായിട്ട് വാദിക്കുകയൊക്കെ ഉണ്ടായി. അതുപോലെ എന്താ അധ്വാനിക്കാതെ അപരന്റെ ചെലവിൽ കഴിഞ്ഞു പോകുന്ന സന്യാസിമാരെ ഉദരനിമിത്തം എന്നൊക്കെ വിശേഷിപ്പിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അധ്വാനിക്കാതെ അപരന്റെ ചെലവിൽ കഴിഞ്ഞു പോകുന്ന സന്യാസിമാരെ തന്നെ അവരെ വിശേഷിപ്പിച്ചത് എന്താണ്? ഉദരനിമിത്തം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ കണ്ട നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒറിജിനൽ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിന് പകരം വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകി ശിഷ്യത്വം നൽകിയതാരാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മ വെക്കുക. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ ദർശനം എന്നൊരു ആശയത്തിന് പിന്നിലായിട്ട് വരുന്നത്. അതായത് ആനന്ദ ദർശനം എന്ന ആശയം ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. അപ്പം അതിനോട് അനുബന്ധിച്ച് അദ്ദേഹം സ്ഥാപിച്ചൊരു മതമുണ്ട്. അതാണ് എന്താ? ആനന്ദ മതം കേട്ടോ. അപ്പം ആനന്ദമതത്തിൻ്റെ ആപ്തവാക്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? കൊല്ലാതുറുമ്പിനെ കൂടി എന്നാണ് ആനന്ദമതത്തിൻ്റെ ആപ്തവാക്യമായിട്ട് വരുന്നത്. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദമതം. അപ്പോൾ അതിൻ്റെ ആപ്തവാക്യം കൊല്ലാതെ ഉറുമ്പിനെ കൂടി എന്നതാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ദർശനം ചോദിച്ചാൽ ആനന്ദ ദർശനം. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഈ ആനന്ദമതം സ്ഥാപിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്? മോക്ഷപ്രദീപം, അതുപോലെ എന്താ ജ്ഞാനക്കുമ്മി, ആനന്ദക്കുമ്മി, രാജയോഗ രഹസ്യം എന്നിവയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ്. ഇനി അദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് വാദിച്ചു എന്നൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് വാദിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാവ്യം രചിച്ചിരുന്നു. ആ കാവ്യത്തിൻ്റെ പേരാണ് എന്ത്? സ്ത്രീ വിദ്യാ പോഷിണി. 1899 ഇറങ്ങിയതാണ് സ്ത്രീ വിദ്യാ പോഷിണി എന്നാണ് അദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് എന്ന ആശയത്തിൽ രചിച്ച ഒരു കാവ്യം സ്ത്രീ വിദ്യാ പോഷിണി എന്നാണ്. അതോടൊപ്പം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? സാരഗ്രാഹി എന്നതാണ് അതിൻ്റെ പേര് കേട്ടോ. സാരഗ്രാഹി എന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കോട്ടുണ്ട്, നിങ്ങളെല്ലാം അറിഞ്ഞു വെക്കേണ്ട ഒരു കോട്ടാണ്. എന്താണ്? പഠിപ്പ് തന്നെ മനുഷ്യൻ്റെ ഭൂഷണം, ഉടുപ്പ് ഭൂഷാദികളൊന്നുമല്ലഹോ, മിടുക്കരായിട്ട് വരണമെങ്കിലോ മടിച്ചിടാതങ്ങ് പഠിച്ചുകൊള്ളുവിൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർമ്മ വെക്കേണ്ട ഒരു കോട്ടാണ്. അപ്പോൾ ഈ ഒരു കോട്ട് ആരുടേതാണ്? അല്ലെങ്കിൽ ഈ ഒരു കവിതാവാക്യം അത് ആരുടേതാണെന്ന് വെച്ചാൽ ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്? മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ഒരാളുണ്ട്. ആരാ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ എന്താ ആധുനിക കവിത്രയത്തിൽ പെടുന്ന ഒരാളുണ്ട്. അപ്പോൾ ആളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആരെ പറ്റിയാണ്? കുമാരനാശാൻ കേട്ടോ. അപ്പോൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവരാണ് ആധുനിക കവിത്രയം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാണാത്തവരെ ക്ലാസ്സുകളൊക്കെ കാണണം. അതുപോലെ തന്നെ മഹാകാവ്യം രചിക്കാതെ മഹാകവിയായ ആളാണ് ആര്? കുമാരനാശാൻ. അപ്പം കുമാരനാശനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് കേട്ടോ. കായിക്കരയിലാണ്. ഡേറ്റ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ എന്താ ആശാൻ ശ്രീമൂല പ്രജാസഭയിൽ അംഗമായ വർഷം എന്നാണ് 1913 കേട്ടോ. ശ്രീമൂല പ്രജാസഭയിൽ ആശാൻ അംഗമാകുന്ന വർഷം 1913. അതുപോലെ തന്നെ എന്താ വേൽസിൻ്റെ രാജാവിൽ നിന്ന് പട്ടും വളയും എന്ന പുരസ്കാരം അല്ലെങ്കിൽ പട്ടും വളയും പുരസ്കാരം അദ്ദേഹം നേടുന്നത് 1922 വേൽസ് രാജാവിൽ നിന്ന് പട്ടും വളയും പുരസ്കാരം അദ്ദേഹം നേടുന്നത് 1922. അതുപോലെ തന്നെ ആശാൻ സ്ഥാപിച്ച പുസ്തകശാലയുടെ പേരാണ് ശാരദാ ബുക്ക് ഡിപ്പോ കേട്ടോ. ശാരദാ ബുക്ക് ഡിപ്പോ എന്നത് ആശാൻ സ്ഥാപിച്ച ഒരു പുസ്തകശാലയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ആശാനെ പറ്റിയുള്ള ചില വിശേഷണങ്ങളൊക്കെ ഉണ്ട്. എന്താ? പൽപ്പുവിൻ്റെ മാനസപുത്രൻ, മഹാകാവ്യം രചിക്കാത്ത മഹാകവി, ആശയഗംഭീരൻ, സ്നേഹഗായകൻ, അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ കവി, അതുപോലെ തന്നെ ദിവ്യ കോകിലം അല്ലേ, അത് ഡോക്ടർ എം ലീലാവതിയാണ് അത് വിശേഷിപ്പിച്ചത്. അതൊന്ന് ഓർമ്മ വെക്കുക. അതുപോലെ തന്നെ എന്താ
നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം വിശേഷിപ്പിച്ച എങ്ങനെയാണ്, വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ ആശാനെ വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയും വിശേഷണങ്ങളുണ്ട്. വിശേഷണങ്ങൾ കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ സ്നേഹഗായകൻ, ആശയഗംഭീരം, ഇതൊക്കെ ഒന്ന് ഓർമ്മ വെക്കുക. മഹാകാവ്യം രചിക്കാത്ത മഹാവി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ എന്താ വിപ്ലവത്തിന്റെ കവി എന്ന് ഓർമ്മ വെക്കാം. പിന്നെ ലീലാവതി വിശേഷിപ്പിച്ച ദിവ്യ ഗോകുലം എന്നാണ്, അപ്പോൾ അതും ഒന്ന് ഓർമ്മ വെക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളിലേക്ക് വരികയാണെങ്കിൽ സുബ്രഹ്മണ്യ ശതകം, അത് ആശാന്റെ രചനയാണ്. സുബ്രഹ്മണ്യ ശതകം എന്നത് ആശാന്റെ രചനയാണ്. അതുപോലെ എന്താ ശങ്കര ശതകം ആശാന്റെ രചനയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ കുട്ടികൾക്കായിട്ടുള്ള രചനകളുണ്ട്. അതായത് ഇപ്പം ബാലരാമായണം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ എന്താ പുഷ്പവാടി എന്നത് രചിച്ചിട്ടുണ്ട്. ഇപ്പം പുഷ്പവാടി എന്നുള്ളത് ബാലസാഹിത്യ കൃതികളുടെ ഒരു സമാഹാരമാണ്. അതുപോലെ എന്താ ബാലരാമായണം അദ്ദേഹം രചിച്ചതാണ് കേട്ടോ. അപ്പോൾ പുഷ്പവാടി അതുപോലെ ബാലരാമായണം ഒക്കെ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി രചിച്ചിട്ടുള്ള രചനകളാണ് കേട്ടോ. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലോട്ട് നമുക്ക് ഒന്ന് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ്, ദിവ്യ ഗോകുലം, അത് ടാഗോറിനോടുള്ള ബഹുമാനപൂർവ്വം അദ്ദേഹം രചിച്ചതാണ് ദിവ്യ ഗോകുലം എന്ന കൃതി. അതുപോലെ തന്നെ ദുരവസ്ഥ എന്ന കൃതി, ഇത് മാപ്പിള ലഹളയുടെ മലബാർ കലാപത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടന്ന മാപ്പിള ലഹള 1921 നടന്നത്. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ചതാണ് ഈ പറയുന്ന ദുരവസ്ഥ എന്ന കൃതി. അതുപോലെ തന്നെ ലൈല മജ്നുവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ച കൃതിയാണ് ലീല. അതൊരു അറബിക് സ്റ്റോറിയാണ് ലൈല മജ്നുവിനുള്ളത്. ഒരു റോമിയോ ജൂലിയറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇതാണ്. അപ്പം ലൈല മജ്നുവിൻ്റെ ആ ഒരു ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ചതാണ് ഈ പറഞ്ഞ ലീല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില കൃതികളാണിത്: നളിനി, ചിന്താവിഷ്ടയായ സീത, വീണപൂവ്, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. വീണപൂവൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു പേരും കൂടെ ഒന്ന് ഓർമ്മ വെക്കണം. ബാക്കി ഇമ്പോർട്ടൻ്റ് ആണ്, ആശാന്റെ കൃതികളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത്രയും ഡെപ്തിലേക്കൊന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ഇതൊന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. പഠിക്കാനായിട്ട് ബൈഹാർട്ട് ചെയ്യാൻ ദയവേ നിൽക്കരുത്. കാരണം ബൈഹാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നെ വേറെ എക്സാമുകൾക്കൊന്നും ഉപകരിക്കാതെ വരും. നിങ്ങളത് കേട്ട് അല്ലെങ്കിൽ പലതവണ വായിച്ച് നിങ്ങളുടെ മനസ്സിലത് ഇരിക്കുന്ന ഒരു രീതിയിൽ. ഇപ്പോൾ ബൈഹാർട്ട് എന്ന് പറഞ്ഞാൽ കാണാപ്പാടം പിടുത്തം മാത്രം പാടില്ല, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓർമ്മ വെക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ കാരണം കാണാപ്പാടം പഠിച്ചാൽ നമുക്ക് പ്രയോജനം പൊതുവെ ചെയ്യാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് പല ആവർത്തി ഒന്ന് വായിച്ചൊക്കെ റിവിഷൻ ചെയ്യാതെ മാത്രം മതി. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ PYQ സീരീസ് വരുന്നതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിലെല്ലാം തന്നെ PYQs എല്ലാം തന്നെ കവർ ചെയ്താണ് പോകുന്നത് കേട്ടോ. ശരി, അപ്പം നളിനിക്ക് അവതാരിക രചിച്ചത് ആരാണ്? AR രാജരാജവർമ്മ. അദ്ദേഹത്തിൻ്റെ ആശാന്റെ കൃതിയാണ് നളിനി. ഈ നളിനിക്ക് അവതാരിക രചിച്ചതാണ് AR രാജരാജവർമ്മയാണ് രചിച്ചത്. അതുപോലെ തന്നെ AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് രചിച്ച കൃതിയാണ് എന്ത്? പ്രരോദനം കേട്ടോ. പ്രരോദനം അത് AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് രചിച്ചതാണ്. അതൊരു വിലാപ കാവ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിലാപകാവ്യമായിട്ട് പറയുന്നത് അനുതാപം. അദ്ദേഹത്തിൻ്റെ മാതൃചരമത്തെ തുടർന്ന് രചിച്ചതാണ് ഈ പറഞ്ഞ അനുതാപം എന്ന കൃതി. അതുപോലെ തന്നെ ബൗദ്ധ പാരമ്പര്യത്തെ പിൻപറ്റി അദ്ദേഹം, അതായത് ബുദ്ധിസത്തെ പറ്റിയൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം എഴുതിയതാണ് എന്ത്? ചണ്ടാല ഭിക്ഷുകി, കരുണ എന്നിവയൊക്കെ തന്നെ. അതുപോലെ തന്നെ എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ തർജ്ജിമയായിട്ട് അദ്ദേഹത്തിൻ്റെ എഡ്വിൻ അർണോൾഡിൻ്റെ ഒരു കൃതിയാണ് ലൈറ്റ് ഓഫ് ഏഷ്യ. അപ്പോൾ അതിൻ്റെ തർജ്ജിമയായിട്ട് രചിച്ചതാണ് എന്ത്? ശ്രീബുദ്ധ ചരിതം കേട്ടോ. ശ്രീബുദ്ധ ചരിതം. അതുപോലെ തന്നെ ആശാൻ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ ഒരു കാവ്യം എന്നൊക്കെ പറയാവുന്നത് കരുണ എന്ന കാവ്യമാണ്. ആശാൻ ഏറ്റവും അവസാനം എഴുതിയത് കരുണ എന്ന കാവ്യമാണ്. അതുപോലെ തന്നെ ആശാനെ കുറിച്ച് പ്രൊഫസർ MK സാനു എഴുതിയൊരു കൃതിയാണ് എന്ത്? മൃത്യുഞ്ജയം കാവ്യജീവിതം കേട്ടോ. മൃത്യുഞ്ജയം കാവ്യ, അത് ഒറ്റൊരെണ്ണമാണ്. അത് ടൈപ്പ് ചെയ്യുന്നപ്പോൾ എൻ്റെ ഒരു പോയിന്റ് മാറിപ്പോയതാണ്. അപ്പം മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് ഒരു ജീവചരിത്ര കൃതിയാണ്. അത് പ്രൊഫസർ MK സാനു എഴുതിയതാണ്. ആശാനെ പറ്റി എഴുതിയൊരു കൃതിയാണ് കേട്ടോ ഈ പറയുന്ന മൃത്യുഞ്ജയം കാവ്യജീവിതം. ഇനി ആശാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? കേരള യൂണിവേഴ്സിറ്റിയിലാണ് ആശാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ? ആശാൻ സ്മാരകം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. അത് എവിടെയാണ്? തോന്നയ്ക്കലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം എന്തായിരുന്നു ചോദിച്ചാൽ അങ്ങനെ ചോദ്യമൊന്നും വരികയല്ല, എന്നാലും നിങ്ങൾക്കൊരു ഓർമ്മ ഇരുന്നോട്ടെ. 1924 ജനുവരി 16 കേട്ടോ. 1924 ജനുവരി 16 അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ അത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് നമ്മൾ ഫാക്ട്സ് ഒക്കെ എഴുതി തന്നപ്പോൾ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നത് ഒരു ബോട്ടപകടത്തിൽ വെച്ചിട്ടാണ്. ആലപ്പുഴയിലെ പല്ലനാറ്റിൽ വെച്ചിട്ടുണ്ടായ ഒരു ബോട്ടപകടത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ബോട്ടിൻ്റെ പേര് റെഡിമർ എന്നാണ്. ഇത് മിക്ക PSC പരീക്ഷയിലും ചോദിച്ച് കേട്ടിട്ടുണ്ട്. PSC എക്സാംസ് ആണ്, ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ PSC പരീക്ഷയിലാണ് ഈ ഒരു ബോട്ടിൻ്റെ പേരൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം എന്ത് ചെയ്യുന്നു? ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇനി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അത് എലിമിനേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റും.
അപ്പോൾ നമുക്ക് അടുത്ത് അയ്യങ്കാളിയുടെ കാര്യം നോക്കാം. അപ്പോൾ അയ്യങ്കാളിയെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണല്ലേ വില്ലുവണ്ടി യാത്ര. അപ്പം വേങ്ങാനൂർ മുതൽ കവടിയാർ വരെ വില്ലുവണ്ടി യാത്ര നടത്തിയ ആളാണ്, അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ഈ പറയുന്ന അയ്യങ്കാളി. അവിടെ ഈ കവടിയാർ വരെയാണ് അദ്ദേഹം യാത്ര നടത്തുന്നത്. ഈ കവടിയാർ തന്നെയാണ് അയ്യങ്കാളിയുടെ പ്രതിമയും ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പഴയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. ഈ അനാച്ഛാദനം ചെയ്യുന്ന വേളയിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു കാര്യമാണല്ലേ, ഇന്ത്യയുടെ ധീരപുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ പറ്റി പറഞ്ഞത്. ഇന്ത്യയുടെ ധീരപുത്രൻ എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയ്യങ്കാളിയെ പറ്റി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു കോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ആ ഒരു കാര്യം നമ്മുടെ ഒരു ഓർമ്മയിലുണ്ടാവണം. കാരണം അത്രയും അന്നത്തെ കാലത്ത് അധസ്ഥിതർക്ക് വേണ്ടി അധസ്ഥിതര് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അന്ന് അത്രയും വളരെ ധീരമായിട്ട് പോരാടി പൊരുതി അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാവുന്ന, സാമൂഹിക സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളെല്ലാം നേടിക്കൊടുത്ത ഒരാൾ കൂടിയാണ് അയ്യങ്കാളി. അപ്പോൾ നമുക്ക് അയ്യങ്കാളിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജന്മം വരുന്നത് എന്താണ്? 1863 ഓഗസ്റ്റ് 28. അപ്പം ഓഗസ്റ്റ് 20 ഒരാളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ആരാണ്? ശ്രീനാരായണ ഗുരു. അതിൽ ഓഗസ്റ്റ് 18 ഒരാളുണ്ട്, അത് ഞാൻ തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ശരി. പിന്നെ തിരുവനന്തപുരം വേങ്ങാനൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായിട്ട് പറയുന്നത് എന്താണ്? പുലയരാജ, അതുപോലെ എന്താ പുലയരാജ, കേരള സ്പാർട്ടക്സ്, ആളിക്കത്തിയ തീപ്പൊരി, അതുപോലെ എന്താ ഇന്ത്യയുടെ മഹാനായ പുത്രൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവ്, ആധുനിക ദളിതരുടെ പിതാവ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ്, പിന്നെ 1907 അയ്യങ്കാളി സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, അതിൻ്റെ പേരാണെന്ത്? സാധുജന പരിപാലന സംഘം കേട്ടോ. സാധുജന പരിപാലന സംഘം എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നൊക്കെ പറയുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഈ പറയുന്ന അയ്യങ്കാളിയാണ്, ഏകഗോപാലനല്ല. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ഓക്കെ. അതുപോലെ തന്നെ ആധുനിക ദളിതരുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന അയ്യങ്കാളി. അതായത് ഏതാണ്ട് BR അംബേദ്കറിനെ പോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിനേക്കാളും മുകളിലായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് EK നായനാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ച ആരാന്ന് വെച്ചാലാണ് EK നായനാരാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ 1907 അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം കേട്ടോ. അത് 1907 അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ഇപ്പം നമ്മൾ വന്നപ്പം പറഞ്ഞിരുന്നു അല്ലേ, ഇദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അധസ്ഥിതരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ സമരം ചെയ്ത ആളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെ നടത്തിയ ചില ലഹളകൾ, സമരങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ് എന്ത്? 1889 സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാലരാമപുരം ലഹള നടത്തിയ നവോത്ഥാന നായകൻ കേട്ടോ. ബാലരാമപുരം ലഹള നടത്തിയ നവോത്ഥാന നായകനാണ് ഈ പറയുന്ന അയ്യങ്കാളി. അതുപോലെ തന്നെ ആറാലമ്മൂട് ലഹള 1898 അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യ സായുധ സമരം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യ സായുധ സമരം കേട്ടോ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യ സായുധ സമരമാണ് ഈ പറയുന്ന ആറാലമ്മൂട് ലഹള. അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരാളാണ്. അതുപോലെ തന്നെ എന്താ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ മുതൽ? വേങ്ങാനൂർ മുതൽ കവടിയാർ വരെ വില്ലുവണ്ടി യാത്ര നടത്തിയത് ഈ പറയുന്ന അയ്യങ്കാളിയാണ്. വർഷം 1893. ഇത് പ്രത്യേകം ഈ ഒരു വർഷം നിങ്ങൾ പ്രത്യേകം വില്ലുവണ്ടി യാത്രയുടെ വർഷം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. 1893 വില്ലുവണ്ടി യാത്ര. 1892 എന്താ സംഭവിച്ചേ? വിവേകാനന്ദൻ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് 1892 അല്ലേ. അപ്പോൾ ആ ഒരു വർഷം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. ശരി. അപ്പം വില്ലുവണ്ടി യാത്ര നടത്തുന്നത് 1893. അതുപോലെ എന്താ, കേരളത്തിലെ ആദ്യ കാർഷിക സമരം നടന്നത് 1909 കേട്ടോ. കേരളത്തിലെ ആദ്യ കാർഷിക സമരം നടക്കുന്നത് 1909. അത് എവിടെയാണെന്ന് വെച്ചാൽ വേങ്ങാനൂർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ് വേങ്ങാനൂർ. അവിടെ തന്നെയാണ് ഈ ആദ്യത്തെ കാർഷിക സമരം നടന്നത്. അതുപോലെ തന്നെ അധികൃതർക്കായിട്ടുള്ള കേരളത്തിലെ ആദ്യ സ്കൂള് വേങ്ങാനൂരിൽ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? അതും അയ്യങ്കാളി തന്നെയാണ്. വർഷം 1905 കേട്ടോ. അധസ്ഥിത വിഭാഗത്തിലുള്ളവർക്കായിട്ട് വേങ്ങാനൂരിൽ ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കുന്നതും ഈ പറഞ്ഞ അയ്യങ്കാളി തന്നെയാണ്. വർഷം 1905. അപ്പം അദ്ദേഹത്തിൻ്റെ സമരത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രത്യേക ശ്ലോകമാണ് എന്താ? ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അതായത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ പണിക്കൊന്നും പോകത്തില്ല എന്നതാണ്. കാരണം എന്താ, വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്തുള്ളത്, നേട്ടമുള്ളൂ എന്ന്
അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആ ആശയം അദ്ദേഹം പകർന്നു കൊടുത്തിരുന്നു. അന്നത്തെ നവോത്ഥാന നായകന്മാർക്കിടയിലെല്ലാം തന്നെ അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു അല്ലേ? സ്ത്രീകൾക്കും ദളിതർക്കും എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം നൽകിയെങ്കിലേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാവും എന്നുള്ള കോട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. ഇനി അയ്യങ്കാളി ശ്രീമൂല സഭാംഗമായ വർഷം ഏതാണ്? 1911 അയ്യങ്കാളി ശ്രീമൂല സഭാംഗമായ വർഷം. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് 28 വർഷം അദ്ദേഹം പ്രജാസഭ അംഗം തന്നെയായിരുന്നു കേട്ടോ. അദ്ദേഹം തുടർച്ചയായിട്ട് 28 വർഷം അവിടുത്തെ അംഗം തന്നെയായിരുന്നു. അത് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല, നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. പക്ഷേ ഒരാളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ ഒരാൾ എത്രത്തോളം പ്രാധാന്യം അർഹിച്ചിരുന്ന ആളായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി തന്നെയാണ്. വർഷം 1912. അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാൾ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം അനുവദിച്ചത് അത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലം മൂലമാണ്. അതെന്താണ്? 1914 കേട്ടോ. 1914 ശ്രീമൂലം തിരുനാൾ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം അനുവദിച്ചത്. അപ്പോൾ അതുവരെ വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതാണ്ട് മാറി തുടങ്ങുന്നത്, കേരളത്തിൽ തന്നെ മാറ്റം തുടങ്ങുന്നത് ഈ പറഞ്ഞ 1914. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ കാര്യം പറയുമ്പം നമ്മൾ ഒരിക്കലും വിട്ടുപോകാതെ പറയേണ്ട സമരങ്ങളാണ് 90-ാം ആണ്ട് സമരവും അതുപോലെ കല്ലുമാല സമരമൊക്കെ തന്നെ. അപ്പോൾ 90-ാം ആണ്ട് സമരം അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്ന് അല്ലെ, ഇപ്പോൾ പുലിയ ലഹള എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഊരുട്ടമ്പൽ ലഹള എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നടന്ന വർഷം 1915. ഇതിനൊക്കെ നേതൃത്വം നൽകിയതും ഈ പറഞ്ഞ അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ കല്ലുമാല സമരം പെരിനാട് നടന്നതാണ്. കല്ലുമാല സമരം അത് നടന്നത് ഈ പറയുന്ന 1915 കേട്ടോ. ഇനി അയ്യങ്കാളിയുടെ സ്മാരകം എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ്? അത് വേങ്ങാനൂരാണ് വരുന്നത്. അയ്യങ്കാളിയുടെ സ്മാരകം വേങ്ങാനൂരാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം ചിത്രകൂടം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മഹാത്മാഗാന്ധി, അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും തമ്മിലൊരു സന്ദർശനം ഉണ്ടാകുന്നത് 1937 ജനുവരി 14 അത് നിങ്ങൾ പഠിക്കേണ്ട, പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ 1941 ആണ് ഇദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിശബ്ദനായ വിപ്ലവകാരിയെ കുറിച്ചിട്ടാണ്. ഈഴവ സമുദായത്തിൽ നിന്ന് വന്ന ആദ്യത്തെ MBBSകാർ അല്ലേ, ആദ്യത്തെ ബിരുദധാരി എന്ന് പറയാം, ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരി എന്ന് പറയാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇദ്ദേഹം നമ്മൾ പറഞ്ഞു വരുമ്പം ഈഴവ സമുദായം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനാണ് വലിഗർ എന്നൊരു സമുദായം. അതായത് ഇദ്ദേഹം മൈസൂരിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു വരാം. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അധസ്ഥ വിഭാഗമാണ് ഈ വലിഗർ എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം കുട്ടിയപ്പി എന്നതായിരുന്നു കേട്ടോ. ഡോക്ടർ പൽപ്പുവിൻ്റെ ബാല്യകാലനാമം കുട്ടിയപ്പി എന്നതാണ്. റിട്ടി ലൂക്കോസ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് വെച്ചാൽ ഡോക്ടർ പൽപ്പുവിനാണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷണമുള്ള ആർക്കെന്ന് വെച്ചാൽ ഡോക്ടർ പൽപ്പുവിനാണ് ആ വിശേഷണം കൊടുത്തത്. റിട്ടി ലൂക്കോസ് എന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നിശബ്ദനായ വിപ്ലവകാരി അല്ല, ഇന്ത്യൻ ചരിത്രത്തിലെ ഇപ്പോൾ സരോജിനി നായിഡു ആണ് കേട്ടോ അത് വിശേഷിപ്പിച്ചത്. സരോജിനി നായിഡു ആണ് അത് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ചരിത്രത്തിലെ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ച ഒരു നവോത്ഥാന നായകൻ അത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. നിശബ്ദനായ വിപ്ലവകാരി ഡോക്ടർ പൽപ്പു ആണ്. അതുപോലെ തന്നെ പൽപ്പുവിൻ്റെ മാനസപുത്രനാണ് കുമാരനാശാൻ. നമ്മൾ നേരത്തെ കുമാരനാശാൻ്റെ കാര്യം കണ്ടിരുന്നു. അപ്പം അത് പൽപ്പുവിൻ്റെ മാനസപുത്രനാണ് ഈ പറയുന്ന കുമാരനാശാൻ. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള പ്രഥമ മെഡിക്കൽ ബിരുദധാരി, നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഈഴവ സമുദായത്തിൽ നിന്നുള്ള പ്രഥമ മെഡിക്കൽ ബിരുദധാരി. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ജാതീയതയുടെ പേരിൽ മെഡിക്കൽ പ്രാക്ടീസിങ് നിഷേധിക്കപ്പെട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? പൽപ്പു മൈസൂരിൽ പിന്നെ ജയിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തു. അദ്ദേഹം MBBS ബിരുദധാരി അല്ലെങ്കിൽ മെഡിക്കൽ ബിരുദധാരി ആണെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു അധസ്ഥ വിഭാഗത്തിനുള്ള ഒരാൾ ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കേണ്ട എന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം വിലക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മൈസൂരിൽ പോയിട്ട് ജയിൽ സൂപ്രണ്ടായിട്ടാണ് പിന്നെ അവിടെ ജോലി ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ഈ പറയുന്ന നടരാജഗുരു. നടരാജഗുരു ആരെന്ന് വെച്ചാലാണ് പൽപ്പുവിൻ്റെ പുത്രനാണ്. പുള്ളിയുടെ പ്രത്യേകത എന്താണ്? 1923 നാരായണ ഗുരുകുലം വർക്കലയിൽ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലാണ് ഈ പറയുന്ന നടരാജഗുരുവാണ്. നടരാജഗുരു പൽപ്പുവിൻ്റെ മകനാണ്, ഒരു സന്യാസിയായിരുന്നു ഈ പറയുന്ന നടരാജഗുരു. അതുപോലെ തന്നെ മലബാർ ഇക്കണോമിക്സ് യൂണിയൻ സ്ഥാപിച്ചതും നമ്മൾ പറഞ്ഞ പൽപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ട ഒരു മലയാളിയാണ്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമനായിട്ട് ഒപ്പിട്ടയാളാണ് ഈ പറയുന്ന ഡോക്ടർ പൽപ്പു. 1891 മലയാളി മെമ്മോറിയൽ. അപ്പോൾ അതിൽ മൂന്നാമനായിട്ട് ഒപ്പിട്ടയാളാണ് ഡോക്ടർ പൽപ്പു. അതുപോലെ തന്നെ ഒന്നാം ഈഴവ മെമ്മോറിയൽ, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നാണ്
1900-ലുമാണ് നടക്കുന്നത് കേട്ടോ. അപ്പം ഇതിനെല്ലാം അദ്ദേഹം നേതൃത്വം നൽകിയ ആളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം വാദിച്ച മറ്റൊരു സമുദായം ഏതെന്ന് വെച്ചാലാണ് ഞാൻ പറഞ്ഞില്ല, വലിഗർ സമുദായക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നുള്ളൂ. അപ്പം അദ്ദേഹം വാദിച്ച മറ്റൊരു സമുദായമാണ് വലിഗർ എന്നൊരു സമുദായം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡോക്ടർ പൽപ്പുവിനെ പറ്റി അറിയാനുള്ളത്. അപ്പം VT പട്ടത്തിനെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ പേര് കേട്ടാൽ നിങ്ങൾക്ക് പിടികിട്ടണമെന്നില്ല, പക്ഷേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അതുപോലെ കിനാവും കണ്ണീരും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹം എഴുതിയൊരു നാടകമാണ്. കിനാവും കണ്ണീരും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കേട്ടോ. അപ്പം നമുക്കിനി VT പട്ടതിരിപ്പാടിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കേരളത്തിലെ പ്രഥമ വിധവിവാഹം നടത്തിയ നവോത്ഥാന നായകൻ എന്ന് പറയാവുന്നത് ഈ പറഞ്ഞ VT പട്ടതിരിപ്പാടാണ് കേട്ടോ. കേരളത്തിലെ പ്രഥമ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ VT പട്ടതിരിപ്പാട്. അതുപോലെ തന്നെ എന്താ, പൂണൂൽ ദഹനം നടത്തിയ നവോത്ഥാന നായകൻ എന്ന് പറയുന്നതും ഈ VT പട്ടതിരിപ്പാട് തന്നെയാണ്. പൂണൂൽ ദഹനം നടത്തിയ അദ്ദേഹം നമ്പൂതിരിയായിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പൂണൂൽ കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കുടുമി ഉപേക്ഷിച്ച് ഒക്കെ ആണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. എല്ലാവരും അന്ധവിശ്വാസമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹം അതെല്ലാം മനസ്സിലാക്കി അങ്ങനെയാണ് ഇവർക്ക് വേണ്ടിയിട്ടല്ല, അധസ്ഥിതരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം സംസാരിക്കും പ്രവർത്തിക്കുകയെല്ലാം ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ കുടുംബമുറിക്കലിനും അന്തർജന വേഷവിധാന പരിഷ്കാരങ്ങൾക്കും ഇദ്ദേഹം നേതൃത്വം നൽകി. ഇതോടൊപ്പം തന്നെ എന്താ, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പ്രസ്താവിച്ച നവോത്ഥാന നായകനാണ് ഈ പറയുന്ന VT ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ഈ വാചകം ആരുടെയെന്ന് വെച്ചാൽ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് കേട്ടോ. ഈ പറയുന്ന വാചകം VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എന്ത്? കണ്ണീരും കിനാവും കേട്ടോ. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. ഇതിന് 1971 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടകമാണ് എന്ത്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അതുകൊണ്ട് തന്നെ നമ്പൂതിരിമാരുടെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം 3 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അതുപോലെ എന്താ ഋതുമതി, അതുപോലെ തന്നെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ഈ 3 നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ VT ഭട്ടതിരിപ്പാട് എഴുതിയ നാടകങ്ങൾ കാര്യങ്ങളാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞിട്ടാണ് പുള്ളി നടത്തിയ ചില യാത്രകൾ എന്ന് വെച്ചാൽ ജാഥകൾ എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. യാചനയാത്ര, അതുപോലെ തന്നെ എന്താ സാമൂഹിക പരിഷ്കരണ ജാഥ, ഇത് രണ്ടും നടത്തിയ ആളാണ് ഈ പറയുന്ന VT ഭട്ടതിരിപ്പാട്. 1931 തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെ ദരിദ്ര വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന യാചനയാത്ര നടത്തിയത്. അപ്പോൾ വർഷം 1931 യാചനയാത്ര ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയതെന്ന് വെച്ചാലാണ് VT ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ മിശ്ര വിവാഹത്തിൻ്റെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം എന്ത് ചെയ്ത് സാമൂഹിക പരിഷ്കരണ ജാഥ അദ്ദേഹം നടത്തുന്നത്. 1968 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇത് നടത്തുന്നത്. അത് മിശ്ര വിവാഹത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഈ ഒരു ജാഥ അദ്ദേഹം നടത്തുന്നത്. ഇത് കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തിയിലേക്കാണ് ഇദ്ദേഹം ഈ ഒരു യാത്ര നടത്തുന്നത് കേട്ടോ. സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തുന്നത് കാഞ്ഞങ്ങാട് നിന്നും കാഞ്ഞങ്ങാട് നിന്നും തിരുവനന്തപുരത്തെ ചെമ്പഴന്തിക്ക് ഒരു പ്രത്യേകതയില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എന്നൊക്കെ പറഞ്ഞ ചെമ്പഴന്തിയാണ്. അപ്പോൾ ചെമ്പഴന്തി വരെയാണ് ഇദ്ദേഹം ഈ ഒരു യാത്ര നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയ ആരാണ്? VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കല്ലിശ്ശേരി വേലായുധ ചേക്കവർ എന്നൊക്കെ അറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധനെ പറ്റിയാണ് കേട്ടോ. കല്ലിശ്ശേരി വേലായുധ ചേക്കവർ എന്നൊക്കെ അറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ അച്ചിപ്പടവ് സമരം, അതുപോലെ എന്താ മാറുമറക്കൽ സമരം, മൂക്കുത്തി സമരം, ഇപ്പോൾ ഏത്താപ്പ സമരം എന്നൊക്കെ പറയും, മാറുമറക്കൽ സമരം, അതുപോലെ തന്നെ എന്താ മൂക്കുത്തി സമരം. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകിയ ഒരു നവോത്ഥാന നായകനാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്താ കർഷക തൊഴിലാളികളുടെ ആദ്യ സംഘാടകൻ. പേരിൽ അദ്ദേഹം ഒരു വിശേഷണം കർഷക തൊഴിലാളികളുടെ ആദ്യ സംഘാടകൻ എന്നും ഒക്കെ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അതുപോലെ എന്താ അച്ചിപ്പടവ് സമരത്തിന്, അതുപോലെ തന്നെ പന്തളത്ത് നടന്ന മൂക്കുത്തി സമരത്തിനൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി. ഇതുപോലെ തന്നെ 1859 നടന്ന മാറുമറക്കൽ പ്രക്ഷോഭത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. ഏത്താപ്പ് പ്രക്ഷോഭം എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് വരുന്നത്. പിന്നീട് അദ്ദേഹം ശത്രുക്കളുടെ ഇതിൽ വധിക്കപ്പെടുകയുണ്ടായത്. അദ്ദേഹം കാർത്തികപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ നാട്. അപ്പോൾ അവിടുന്ന് കൊല്ലത്തേക്ക് ബോട്ടിന് യാത്ര ചെയ്യുന്നതിനിടയിൽ, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അങ്ങനെ 1874 ജനുവരി 3 അദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദേശാഭിമാനി TK മാധവനെ പറ്റിയിട്ടാണ്.
അപ്പോൾ ദേശാഭിമാനി ടി കെ മാധവനെ പറ്റി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദേശാഭിമാനി ടി കെ മാധവനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അത് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിലെ അയിത്തോച്ചാടനത്തിനെതിരെ, അല്ലെങ്കിൽ എതിരെ എന്നല്ല, അയിത്തം ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹം പ്രമേയം അവതരിപ്പിച്ചിരുന്നു അല്ലേ. അപ്പം ഈ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ദേശാഭിമാനി പത്രത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രമായിരുന്നു ദേശാഭിമാനി. അദ്ദേഹം ഒരു മുഖപ്രസംഗം എഴുതിയ കാര്യമൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുടെ ആ ക്ലാസ് പോയി കാണണം. ശരി, അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് ദേശാഭിമാനി ടി കെ മാധവനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ കേരള നവോത്ഥാനത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നയാളാണ് ഈ പറയുന്ന ടി കെ മാധവൻ. കേരള നവോത്ഥാനത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നയാളാണ് ഈ പറയുന്ന ടി കെ മാധവൻ. അതുപോലെ എന്താ, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പൂത്തോട്ട ശിവക്ഷേത്രത്തിൽ അദ്ദേഹം പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ നേതാവാണ്. വൈക്കം സത്യാഗ്രഹത്തിന് മുന്നോടിയായി നടന്ന പൂത്തോട്ട ശിവക്ഷേത്ര പ്രവേശനത്തിൻ്റെ നേതാവായിരുന്നു ഈ പറയുന്ന ടി കെ മാധവൻ. ഇതോടൊപ്പം തന്നെ എന്താ, 1902 ഈഴവ അസോസിയേഷൻ ഇദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ തന്നെ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം നൽകണം എന്നാവശ്യപ്പെട്ട് ശ്രീമൂല പ്രജാസഭയിൽ 1919 ഇദ്ദേഹം പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പം ടി കെ മാധവനാണ് 1919 ശ്രീമൂലം പ്രജാസഭയിൽ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ് തന്നെയാണ്. അതുപോലെ എന്താ, ഇദ്ദേഹം പ്രജാസഭ അംഗമായത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1918 ടി കെ മാധവൻ പ്രജാസഭയിൽ, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് കേട്ടോ. 1918. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് 1923 കാക്കിനട കോൺഗ്രസിലെ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ഇതേ ടി കെ മാധവൻ തന്നെയാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ ടി കെ മാധവൻ ആദ്യമായി കാണുന്ന വർഷം എന്ന് ചോദിച്ചാൽ 1921 തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ് കേട്ടോ. തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധിയും അതുപോലെ ടി കെ മാധവനും കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ ഗുരുവും ടി കെ മാധവനും കണ്ടുമുട്ടുന്നത് വർഷം 1925 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗുരു ആകെ അങ്ങോട്ട് പോയി സംസാരിച്ച ഒരാൾ ആരാണ്? രമണ മഹർഷി അല്ല, രമണ മഹർഷിയാണ് ആകെ അങ്ങോട്ട് പോയി ഒരാളുമായിട്ട് പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ എഴുതിയ കവിത എന്താ അതിന് ശേഷം? നിർവൃതി പഞ്ചകം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഗുരുവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദേശാഭിമാനി പത്രം രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ടി കെ മാധവനുണ്ട്. അതോടൊപ്പം തന്നെ എന്താ, കെ പി കയ്യാലക്കിലുമുണ്ട് കേട്ടോ. കെ പി കയ്യാലക്കിലും ഈ പറയുന്ന ടി കെ മാധവനും ചേർന്നിട്ടാണ് ദേശാഭിമാനി എന്ന പത്രം രൂപീകരിച്ചത്. പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ് കേട്ടോ. മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സവർണ്ണ ജാഥയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. 1924 നടന്ന സവർണ്ണ ജാഥ. അപ്പോൾ ഈ സവർണ്ണ ജാഥയുടെ നേതാവായിരുന്നു ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. അതുപോലെ തന്നെ NSSന്റെ പ്രഥമ പ്രസിഡന്റ്, അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്ന ആളാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്ന ആളാണ് ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഈ പുള്ളിയെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കിക്കോണം, കാരണം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ജന്മം എവിടെ? പെരുന്നയിലാണ് കേട്ടോ. പെരുന്നയിലെ മന്നത്ത് തറവാട്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് അടുത്താണ് ഈ പറയുന്ന പെരുന്ന. അപ്പോൾ അവിടെ മന്നത്ത് തറവാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ NSSന്റെ പ്രഥമ സെക്രട്ടറി, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രഥമ പ്രസിഡന്റ്. അതുപോലെ തന്നെ 1947 മുതുകുളം പ്രസംഗം, വളരെ വിവാദം സൃഷ്ടിച്ച ഒരു പ്രസംഗമായിരുന്നു. അപ്പോൾ അത് നടത്തിയത് ഈ പറയുന്ന മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന വേറൊരു പേരാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞ മന്നത്ത് പത്മനാഭനാണ്. അത് വിശേഷിപ്പിച്ചാരെന്ന് ചോദിച്ചാലാണ് സർദാർ KM പണിക്കരാണ് കേരളത്തിൻ്റെ മന്നത്ത് പത്മനാഭൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് എന്താണെന്ന് വെച്ചാൽ 1949. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിമോചന സമരം അതും വളരെയധികം പ്രസിദ്ധമാണ്. 1959 EMS സർക്കാരിൻ്റെ മന്ത്രിസഭയ്ക്കെതിരെ ഒരു സമരം പ്രസ്ഥാനം, അല്ലെങ്കിൽ അത് അന്ന് രൂപീകരിക്കുന്നത് വിമോചന സമരം. അപ്പോൾ ഇതിൻ്റെ നേതാവുമായിരുന്നു ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക സാമൂഹിക പരിഷ്കർത്താവ് എന്നൊരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ 1959 അദ്ദേഹത്തിന് ഭാരത കേസരി ലഭിച്ചു. അതോടൊപ്പം തന്നെ 1966 അദ്ദേഹത്തിന് പത്മഭൂഷണും കിട്ടി. അപ്പോൾ അത് രണ്ടും പരീക്ഷയ്ക്കൊരു ഡേറ്റ് ആയിട്ട് അറിയണ്ട, പക്ഷെ എന്നാലും ഇത് രണ്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഓർമ്മ വെക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണ്ണ ജാഥ 1924 നവംബർ 1 സവർണ്ണ ജാഥ, അതിൻ്റെ നേതാവുമായിരുന്നു ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ.
ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയായിട്ട് പറയാവുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കേരളത്തിലെ അബ്രഹാം ലിങ്കൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അതുപോലെ തന്നെ എന്താ സാഹിത്യ നിപുണൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരെ വിശേഷിപ്പിച്ച? കൊച്ചി മഹാരാജാവാണ് അദ്ദേഹത്തെ സാഹിത്യ നിരൂപണൻ എന്ന് വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ എന്താ കവിതിലക പട്ടവും ആ കൂടെ നൽകി ആദരിക്കുന്നുണ്ട്. സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. അതോടൊപ്പം തന്നെ കവിതിലക പട്ടവും നൽകി. അദ്ദേഹത്തെ വീട്ടുപേര് വരുന്നത് സാഹിത്യ കുടീരം എന്നതാണ് കേട്ടോ. അത് വലിയ കാര്യമില്ല, ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ കേരളവർമ്മ വലിയോയി തമ്പുരാൻ വിദ്വാൻ പദവി ഇദ്ദേഹത്തിന് നൽകി ആദരിച്ചു. അപ്പം സാഹിത്യ നിപുണൻ എന്ന് പറഞ്ഞാരാണ്? സാഹിത്യ നിപുണൻ എന്ന് പറഞ്ഞത് കൊച്ചി മഹാരാജാവ്. അതോടൊപ്പം തന്നെ എന്താ വിദ്വാൻ എന്ന പദവി നൽകി ആദരിച്ചത് ഈ പറയുന്ന കേരളവർമ്മ വലിയോയി തമ്പുരാനാണ് കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് ഏറ്റവും ആദ്യത്തെ എന്താ ലങ്കാമർദ്ദനം, പ്രഥമ കൃതി ആയിട്ട് പറയാവുന്നതാണ് ലങ്കാമർദ്ദനം. അതുപോലെ തന്നെ ആദ്യത്തെ കവിതയാണ് എന്താ സ്ത്രോത്ര മന്ദാരമാണ്. ഓക്കെ സ്ത്രോത്ര മന്ദാരമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത. അതുപോലെ തന്നെ ജാതിക്കുമ്മി എന്ന കൃതിയിലൂടെ തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ ഉള്ള ജാതി ആയിട്ട് ബന്ധപ്പെട്ടുള്ള തിന്മകൾ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ആചാരഭൂഷണം എന്ന കൃതി അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുതിയൊരു കൃതിയാണ് ഈ പറയുന്ന ആചാരഭൂഷണം എന്ന കൃതി. അപ്പോൾ ആചാരഭൂഷണം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. അതുപോലെ എന്താ ജാതിക്കുമ്മി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർമ്മ വെക്കണം. അതുപോലെ ആദ്യത്തെ കൃതി എന്നൊക്കെ പറഞ്ഞാൽ ലങ്കാമർദ്ദനമാണ്. ആദ്യത്തെ കവിത എന്ന് പറഞ്ഞത് സ്തോത്രമന്ദാരമാണ് കേട്ടോ. ഇത് നമ്മൾ അടുത്തത് AK ഗോപാലിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു ഫാക്റ്റ് ആയിരിക്കും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ അല്ലേ. നമ്മൾ ചെന്നിട്ട് മസാല ദോശ പറയുമ്പോൾ എന്താ മസാല ദോശ അതിനകത്ത് ബീട്രൂട്ടൊക്കെ വെച്ച് നമുക്ക് കിട്ടും. അപ്പം ഈ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആണ്. അതിപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അതിന് മുന്നേ ഒക്കെ പണ്ടൊക്കെ അല്ലാതെ സാധാരണ മസാല ദോശ കിട്ടുമായിരുന്നു. ഇപ്പം എന്താ മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നൊക്കെ അറിയപ്പെടുന്നയാളാണ് ഈ പറയുന്ന AK ഗോപാലൻ. അപ്പോൾ AK ഗോപാലൻ്റെ കാര്യം നമുക്ക് നോക്കാം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. അതുപോലെ എന്താ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന AK ഗോപാലൻ തന്നെയാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ, ക്ഷേത്രപ്രവേശന പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടിണി ജാഥ 1936 പട്ടിണി ജാഥ നയിച്ചത് ഈ പറഞ്ഞ AK ഗോപാലൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ മലബാർ ജാഥ നയിച്ച നേതാവും AK ഗോപാലാണ്. മലബാർ ജാഥ നയിച്ചതും AK ഗോപാലാണ്. കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയാണ് അദ്ദേഹം അന്ന് ജാഥ നയിച്ചിരുന്നത്. അതുപോലെ എന്താ കർഷക ജാഥയും അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒന്നാണ്. 1960 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കർഷക ജാഥ നയിച്ചതും ഇതേ AK ഗോപാലൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് പട്ടിണി ജാഥ, അതുപോലെ എന്താ മലബാർ ജാഥ നയിച്ചു, അതോടൊപ്പം തന്നെ കർഷക ജാഥ, ഈ 3 ജാഥയും നയിച്ചത് ഈ പറഞ്ഞ AK ഗോപാലൻ തന്നെയാണെന്നൊരു കാര്യം കൂടെ ഓർമ്മ വെക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യയിലെ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തിയും ഈ പറയുന്ന AK ഗോപാലൻ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തി ഈ പറഞ്ഞ AK ഗോപാലനാണ്. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന AK ഗോപാലനാണ്. ലോകസഭ എന്ന് പറയുമ്പോൾ കേന്ദ്രമാണെന്ന് ഓർക്കുക, കേരളത്തിലെ അല്ല, കേന്ദ്രമാണ്. അവിടുത്തെ ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന AK ഗോപാലൻ തന്നെയാണ്. അതുപോലെ എന്താ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. എൻ്റെ ജീവിത കഥ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ ആളുടെ കാര്യമാണ് നോക്കുന്നത്. അപ്പം നവോത്ഥാന നായകർ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മുടെ പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മളത് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പം അതിനകത്ത് ഏറ്റവും അവസാനത്തെ ആളാണ് കുറുമ്പൻ ദൈവത്താൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ത്? 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച അദ്ദേഹമാണ്. 1924 ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രപ്രവേശനത്തിന് നേതൃത്വം നൽകിയതും ഈ പറയുന്ന കുറുമ്പൻ ദൈവത്താനാണ്. അതുപോലെ എന്താ പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരള ചുവരെഴുത്ത് വിപ്ലവത്തിൻ്റെ നേതാവ് എന്നും അറിയപ്പെടുന്നത് ഈ പറയുന്ന കുറുമ്പൻ ദൈവത്താനാണ്. കേരള ചുവരെഴുത്ത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ കേരള ചുവരെഴുത്ത് വിപ്ലവത്തിൻ്റെ നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ആരാണ്? കുറുമ്പൻ ദൈവത്താനാണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ ഏറ്റവും അധികം ഓർക്കേണ്ട ഈ 2 കാര്യങ്ങളാണ്. 1917 അദ്ദേഹം ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചു. അതുപോലെ 1924
അദ്ദേഹം എന്ത് ചെയ്തു, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രവേശനത്തിന് നേതൃത്വം നൽകി. അപ്പോൾ ഇതേ വർഷം തന്നെയാണ് വൈക്കം സത്യാഗ്രഹമൊക്കെ നടക്കുന്നത്, 1924 തന്നെയാണ്. അതുപോലെ തന്നെ എന്താ, ആ സമയത്ത് തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്, അല്ലെങ്കിൽ വിളംബരമല്ല, ക്ഷേത്രപ്രവേശനത്തിന്, ചെങ്ങന്നൂരെ ക്ഷേത്രപ്രവേശനത്തിന് ഇദ്ദേഹം നേതൃത്വം നൽകി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പം നമ്മൾ ഇപ്പം പഠിച്ച നവോത്ഥാന നായകർ എന്ന ഭാഗം അത് രണ്ടാമത്തെ ക്ലാസ്സോട് കൂടി ഇത് പൂർത്തിയായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ശരി, താങ്ക് യു.